കാഞ്ചിയാർ കോവിൽമലയിൽ ആദിവാസി രാജാവിന് കൊട്ടാരവും ആദിവാസി മ്യൂസിയവും നിർമ്മിക്കും എന്ന സർക്കാർ പ്രഖ്യാപനം യാഥാർത്ഥ്യമായില്ല. 2016 കൊട്ടാരം നിർമ്മാണത്തിനായി 20 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് രാമൻ രാജമന്നാന് കൈമാറിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ നിർമ്മാണം നീണ്ടുപോവുകയാണ്. ആദിവാസി രാജഭരണം നിലനിൽക്കുന്ന സ്ഥലമാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല. 42 കുടികളുടെ രാജാവാണ് രാമൻ രാജമന്നാൻ. രാജാവാണെങ്കിലും ഇവിടെ ഇദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല. 2012 കോവിൽമലയിൽ രാജകൊട്ടാരം പണിയാൻ 20 ലക്ഷം രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചു. എന്നാൽ പല കാരണങ്ങളാൽ കൊട്ടാരത്തിന്റെ നിർമ്മാണം നീണ്ടുപോയി. രാജകൊട്ടാരം നിർമ്മിക്കുവാൻ സർക്കാർ ഉത്തരവുപ്രകാരം 20 ലക്ഷം രൂപയുടെ കരാർ 2016 ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ രാമൻ രാജമന്നാന് കൈമാറി. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും എന്നായിരുന്നു വാഗ്ദാനം. ഗവേഷണ വിദ്യാർത്ഥികൾക്കായി ആദിവാസി മ്യൂസിയവും അനുവദിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ഈ ഒരു സംവിധാനത്തെക്കുറിച്ച്, ഈ ഒരു ഭരണ വ്യവസ്ഥയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുവാനും കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റിതര പഠനവുമായി ബന്ധപ്പെട്ടെല്ലാം PhD പോലുള്ള വിദ്യാർത്ഥികൾ പോലും ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ഈ ഒരു സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും വരാറുണ്ട്. അവർക്കെല്ലാം ഇവിടുത്തെ പശ്ചാത്തലം പരിമിതമാണ്. അത് നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കേണ്ടതുണ്ട്. രാജാവിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, രാജസദസ് ചെയ്യാനുള്ള ഹാൾ, ലൈബ്രറി, പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി കൊട്ടാരം നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. കൊട്ടാരം നിർമ്മിക്കുവാൻ സ്ഥലമില്ലാത്തതായിരുന്നു ആദ്യ പ്രശ്നം. പിന്നീട് വിവിധ ഹൈന്ദവ സംഘടനകൾ ചേർന്ന് രാജകൊട്ടാരത്തിനായി സ്ഥലം വാങ്ങി നൽകി. എന്നിട്ടും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് രാജകൊട്ടാരത്തിന്റെയും ആദിവാസി മ്യൂസിയത്തിന്റെ നിർമ്മാണം അനന്തമായി നീളുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.